അതിന് താഴെയിട്ട് 2 ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവൻ പറഞ്ഞ സാധനം വെച്ചു കൊടുക്കും. ഈ ടീംസിന് പറ്റിയ ജേഴ്സി, ബൂട്ട് കാര്യങ്ങൾ ആരെയും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാട്ടോ. സീ ഫോൾഡ് 8 അൾട്രാ തിൻ ഷവായും തന്തൂർ റൊട്ടി. ഈ ലെഫ്റ്റ് സൈഡുള്ള ഈ ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ നല്ല ചുടുകട്ട പിടിക്കുന്നുണ്ട് ആ പുഴേൻ്റെ സൈഡിലായിട്ട്. അതാണ് ഈ അടുക്കി വെച്ചേക്കുന്നത്. സെയിലിനുള്ള ഐറ്റമാണ്. നല്ല കിട്ടിലും ചുടുകട്ടയാണ്. കണ്ടോ. റൂട്ട് വരുന്നത് പനമരം, 5-ാം മൈൽ, പടിഞ്ഞാറത്തറ, കൽപ്പറ്റയാണ്. മഴയില്ല, നല്ല വെയിലാണ്. അത്യാവശ്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. ഇതൊക്കെ ഫുള്ള് യന്ത്രയുഗത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് നാട്ടുന്നതൊക്കെ കാണുന്നത് വളരെ ചുരുക്കമാണ്. ഇതാണ്ടോ, നല്ല രസമല്ലേ കാണാൻ. അവരെന്ത് സ്പീഡിലാണ് ഞാറ് നാട്ടുന്നതെന്ന് നോക്കി. കണ്ടോ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എല്ലാവരും ഒരേപോലെ ചെയ്യുന്നൊരു പരിപാടി കണ്ടോ. എല്ലാവർക്കും ഒരേ സ്പീഡ്. വലിയൊരു ഏരിയ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും വലിയൊരു ഏരിയയാണ്. വയനാട്ടിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നടത്തുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. വലിയ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ ഉണ്ട്. കൽപ്പറ്റ കേരളേവനാണുള്ളത്. ഓഫർ റണ്ണിങ് ആണ്. എന്തോ അടുത്തൊരു സാധനം വന്നിട്ടുണ്ട്. സീ ഫോൾഡ് 8 അൾട്രാ തിൻ. കേരളയിലുള്ള ഇവിടെ വെക്കുമ്പോൾ 2 സന്തോഷ കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ യാസീൻ പ്രൊഫസറെ യാസീനെ കണ്ട്. രണ്ടാമത് കൂടെ പഠിച്ച ആശ പറഞ്ഞൊരു വന്നിട്ടുണ്ടായിരുന്നു. അവളെയും കണ്ട് ഭയങ്കര സന്തോഷം. അവളൊക്കെ കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ഷൂട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും മേലെയുണ്ട്. കണ്ട് എല്ലാവരോടും ഒന്ന് പരിചയം പുതുക്കി ഹായ് ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നു. നല്ല ഗ്രിൽ ആൻഡ് കോയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നത്. റൊട്ടി അടിക്കാം. റൊട്ടിയും ഷവായി. ആംബിയൻസ് അടിപൊളിയാണ്. കുറേ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു മലയും വയലും ഒക്കെ ആയിട്ട് ഭയങ്കര കിട്ടും ആംബിയൻസ്. സ്പെഷ്യൽ ഷവായും തന്തൂർ റൊട്ടിയും നല്ല കിട്ടില്ല സാലഡ്. തെളിച്ചം കണ്ടപ്പോഴേ തോന്നി നല്ല പെയ്തു അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്. പരിപാടി 1-2 ബോട്ടിൽസ് വാങ്ങാനുണ്ട്. കുറച്ച് കുഞ്ഞിക്കും കൊടുത്തു വിടണം, എനിക്കും വീട്ടിലേക്ക് കുറച്ച് വേണം. അപ്പോൾ സെഞ്ചുറി പ്ലാസ്റ്റിക്സിലാണ് വന്നേക്കുന്നത്. ഇവിടെ ആകുമ്പോൾ റേറ്റ് കുറവുണ്ടാവും. പൊടിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയതാണ്. ഒരെണ്ണത്തിന് 25 രൂപ വെച്ചിട്ടുള്ളൊരു സെറ്റാട്ടത്. ഇങ്ങനത്തെയാണ് മേടിക്കുന്നത്. റംബുട്ടാൻ ഫുള്ള് വാവിൽ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല അടി അടിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് വൈകുന്നേരം വന്നിട്ടൊന്ന് നെറ്റ് കെട്ടണം, അല്ലെങ്കിൽ ഈ വെള്ളം കൂടി പോകും. ഇതുപോലെ കണ്ട് ഇത് നന്നാക്കി പഴുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞിക്ക് കൊടുത്തു വിടാന്ന് വിചാരിക്കുന്നത്. എങ്ങനെ ബാക്കിയെന്നുള്ള വലിയ ഐഡിയ ഇല്ല. നോക്കട്ടെ. എന്താ ഒട്ടുക്കത്തെ കളിയാണ്. നീയൊക്കെ വലിയ മൂപ്പനായി പോയില്ലടാ. എന്തായിരുന്നു. ഓക്കെ വിട്ടോ. ചെക്കന്മാരിവിടെ ചെറിയ സെറ്റപ്പിൽ എന്താ കളി നോക്കുക. ഈ ടീംസിന് പറ്റിയ ജേഴ്സി, ബൂട്ട് കാര്യങ്ങൾ ആരെയും സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാട്ടോ. ഇവർക്കുള്ളതാണ്. ഇവർ നല്ലൊരു ടീമുണ്ട്. JNC പറഞ്ഞ നല്ലൊരു ടീമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആരെയും കൊണ്ടേ നോക്കിയിട്ട് പറയാട്ടോ. അടുത്തായിട്ട് നമ്മൾ എന്താ മേടിക്കാൻ വന്നേക്കുന്നത്? അടുത്തായിട്ട് തലയിലിടുന്ന ബാൻഡാണ്. ഇവൻ പറഞ്ഞു റബ്ബർ ബാൻഡ് ആണ്. അതിന് താഴെയിട്ട് 2 ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവൻ പറഞ്ഞ സാധനം വെച്ചു കൊടുക്കും. അവന്മാര് കാറ് നോക്കണ അവിടെ. അതേതോ കാറ്? താറല്ലത്. താറാണോ? ആ താർ പർച്ചേസ് കിട്ടിയില്ലേ? ഇതല്ലേ, ഇതാണ് സാധനം. കിട്ടി. ഇതെന്താ സംഭവം? ആരെന്നാ എടാ ഇത് കേക്ക്. ഇവൻ എവിടുന്ന് തൂക്കിയേ?
ആരും വന്നാ സനലപ്പോ ഇത് ബർത്ത്ഡേക്ക് പോയതാ. ആരെയും ബർത്ത്ഡേ അല്ല കേട്ടോ, സനല് വരുന്ന വഴിക്ക് ഒരു കേക്കിന്റെ പീസ് തന്നാ. അത് സനലിന്റെ ബർത്ത്ഡേ അല്ല, ആ കുടുംബക്കാരെ. അപ്പൊ അവനോട് കേക്ക് ഞാൻ കേക്ക് കഴിച്ചോ. കേക്ക് നേരെ വെക്കാൻ പറഞ്ഞ താലയും കുത്തിക്കൊണ്ട് നിൽക്കുന്ന കഴുത. വേഗം മുറുക്കി. ഹാപ്പി ബർത്ത്ഡേ സന്തോഷ്. ലേറ്റ് നൈറ്റ് പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എല്ലാത്തിനും കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ടുണ്ട്. അപ്പം അതിനൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനധികം ഒഴിക്കാൻ പാടില്ല. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, കുറേ പരിപാടിയില്ലേ, തംബ്നെയിൽ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യട്ടെ, അതിനുശേഷം വേണം കിടന്നുറങ്ങാൻ ഇനിയിപ്പോൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നാളെ കാണാം.